ആ കുട്ടിക്ക് അന്ന് 10 വയസ്സാണ് പ്രായം. എന്നും വൈകുന്നേരങ്ങളിൽ ഉമ്രക്കോലായിൽ അവൻ അങ്ങനെ ഇരിക്കും. തിരുവല്ല ദീപ തിയേറ്ററിലെ കോളാമ്പിയിൽ നിന്ന് പാട്ടുകൾ ഇങ്ങനെ ഒഴുകി വരും. ആ പാട്ടുകളിലെ രംഗങ്ങൾ അവൻ ഭാവനയിൽ മനസ്സിൽ കാണും. ആ പയ്യൻ പിന്നീട് മലയാളി ശ്വാസമടക്കി പിടിച്ച് വായിച്ച ഒരു നോവലിനെ അവർ മനസ്സിൽ കണ്ട വിഷ്വലുകൾക്കപ്പുറം കൊടുത്ത സംവിധായകനായി വളർന്നു. അവൻ്റെ പേരാണ് ബ്ലെസ്സി. ഫാൻഡയറുടെ ഈ താൾ അദ്ദേഹത്തെക്കുറിച്ചാണ്. സിനിമാക്കാരനായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഉറപ്പിച്ച, സിനിമ അങ്ങനെ സിരകളിൽ കയറിയ സംവിധായകൻ ബ്ലെസ്സി ഐബ് തോമസിനെ കുറിച്ച്. സ്വാഗതം ഫാൻഡയറിയിലേക്ക്. ആടുജീവിതത്തിൻ്റെ അവസാന ഷോട്ട് മോണിറ്ററിൽ ബ്ലെസ്സി കാണുന്നത് കിടക്കയിൽ കിടന്നാണ്. മാസങ്ങൾ നീണ്ട അധ്വാനം അയാളെ അങ്ങനെ തളർത്തിയിരുന്നു. മാസങ്ങൾ ആ മരുഭൂമിയിൽ അയാൾ ഒഴുക്കിയ വിയർപ്പിന് കണക്കില്ലായിരുന്നു. 16 വർഷമാണ് ഒരു സിനിമക്കായി അയാൾ മാറ്റിവെച്ചത്. ആടുജീവിതം ഇന്നുണ്ടാക്കിയ എല്ലാ ക്രെഡിറ്റിന് പിന്നിലും ബ്ലെസ്സി എന്ന ഒറ്റ പേരേയുള്ളൂ. ഷൂട്ടിംഗ് തീർത്ത് ജോർദാനിൽ നിന്ന് തിരിച്ചു വന്നത് വീൽ ചെയറിലായിരുന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക്. ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് നന്നേ കുറഞ്ഞിരുന്നു. ഇതുകൊണ്ടൊന്നും അയാൾ തളരുമായിരുന്നില്ല. കാരണം ഒന്ന് സംവിധായകനാവാൻ അയാൾ ആഗ്രഹിച്ച് നടന്നത് 16 വർഷമാണ്. പത്മരാജൻ്റെയും ലോഹിദാസിൻ്റെയും വേണു നാഗവള്ളിയുടെയും ജയരാജിൻ്റെയും സഹായിയായി അത്രയും വർഷം. ഇന്ന് സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന, സിനിമയ്ക്ക് പിന്നാലെ കൂടുന്ന ഒരു ഏടിക്കും അസോസിയേറ്റിനും ചിന്തിക്കാൻ പോലും ആവില്ല അത്. അത്രയും വർഷം ക്ഷമയോടെ കാത്തിരുന്നു. സംവിധാനം ചെയ്യുമെന്നുറപ്പിച്ച ചില കഥകളും ചിത്രങ്ങളും ഇതിനിടെ വഴിമാറിപ്പോയി. അവസാനം പേടിച്ച് മമ്മൂട്ടിക്ക് മുന്നിൽ കഥ പറഞ്ഞ അയാൾ മലയാളത്തിന് മികച്ച സിനിമയും ആ വർഷത്തെ അവാർഡും തൂക്കിയാണ് തൻ്റെ സിനിമാ ഭ്രാന്ത് എത്രത്തോളമെന്ന് കാണിച്ചു കൊടുത്തത്. മനുഷ്യവികാരങ്ങളെ, അവൻ്റെ വ്യതകളെ സ്ക്രീനിലെത്തിച്ച ബ്ലെസ്സിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് സംശയിക്കേണ്ട. മലയാളം കണ്ട മികച്ച സംവിധായകരോടൊപ്പമാണ് അയാൾ തുടങ്ങിയത്. കാഴ്ച, തന്മാത്ര, പളുങ്ക്, കൽക്കട്ട ന്യൂസ്, ഭ്രമരം, പ്രണയം, കളിമണ്ണ്, ആടുജീവിതം എന്നിങ്ങനെ 8 ചിത്രങ്ങൾ മാത്രമാണ് 38 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ ബ്ലെസ്സി സംവിധാനം ചെയ്തതെങ്കിലും മലയാളത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ആയ സംവിധായകരുടെ ലിസ്റ്റിലാണ് ബ്ലെസ്സിയുടെയും സ്ഥാനം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ബെന്നി തോമസിൻ്റെയും അമ്മിണി തോമസിൻ്റെയും 6 മക്കളിൽ ഇളയവനായി 1963 സെപ്റ്റംബർ 3-നാണ് ബ്ലെസ്സിയുടെ ജനനം. ബ്ലെസ്സിക്ക് 3 വയസ്സുണ്ടായിരുന്നപ്പോൾ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു. അമ്മയുടെ തണലിൽ മക്കൾ വളർന്നു. മക്കളിൽ ഇളയ കുട്ടിയെന്നത് വാത്സല്യത്തിനൊപ്പം തന്നെ നിയന്ത്രണങ്ങളുടേതു കൂടിയായിരുന്നു. അച്ഛൻ്റെ മുഖം പോലും കുഞ്ഞു ബ്ലെസ്സിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. തൻ്റെ സിനിമകളിൽ അച്ഛനോട് കുട്ടികൾക്കുള്ള അടുപ്പം വന്നതും വെറുതെയല്ല. എഴുതുമ്പോൾ ജീവിതം എങ്ങനെ വരാതിരിക്കും. ബ്ലെസ്സിക്ക് 4 വയസ്സുള്ളപ്പോൾ കുടുംബം തിരുവല്ല ടൗണിലുള്ള ചെറിയ വീട്ടിലേക്ക് താമസം മാറി. അതിനടുത്തുള്ള രക്ഷാസൈന്യത്തിൻ്റെ ചെറിയൊരു സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തികച്ചും അന്തർമുഖനായ ഒരു കുട്ടിയായിരുന്നു ബ്ലെസ്സി. ബാല്യത്തിൻ്റെ ഏകാന്തതകൾ പിന്നീട് അയാളുടെ കഥകളെ രൂപപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ സംവിധായകനായതോ അതിന് പിന്നാലെ കൂടിയ ആളോ അല്ല ബ്ലെസ്സി. ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ്റെ ഉള്ളിൽ സിനിമ മാത്രമായിരുന്നു. സ്കൂളിൽ ടീച്ചർ ആരാകണമെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞു ബ്ലെസ്സി സിനിമാക്കാരനാവണമെന്നാണ് മറുപടി കൊടുത്തത്. വീട്ടിലെത്തി അമ്മയോട് അത് പറയുകയും ചെയ്തു. അവനെ ചേർത്ത് പിടിച്ച്, എൻ്റെ മോൻ അതൊക്കെ ആയിക്കോ, പക്ഷേ ഡിഗ്രി എടുക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അന്നാണ് അവൻ സിനിമയെ മനസ്സിൽ ഉറപ്പിച്ചത്. പിന്നെ അതിന് പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. KG ജോർജിൻ്റെ സ്വപ്നാടനം കണ്ടതു മുതലാണ് ഉള്ളിൽ സിനിമ കിടന്ന് തിളക്കാൻ തുടങ്ങിയത്. ആ ആവേശത്തിലാണ് പൂനെയിൽ പോയി സിനിമ പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ ഉടലെടുത്തത്. എന്നാൽ ആ ആഗ്രഹം ഉള്ളിൽ അങ്ങനെ കിടന്നു. പിന്നീട് കോളേജിൽ പഠിക്കുമ്പോൾ നാടക പ്രവർത്തനങ്ങളിൽ സജീവമായി. ഫിലിം സൊസൈറ്റികളുടെ വരവോടെ ബ്ലെസ്സിക്ക് ആവേശമായി. സിനിമ എന്ന തൻ്റെ ഇഷ്ടത്തിന് പറ്റിയ ഇടം. അങ്ങനെയാണ് തിരുവല്ലയിലെ സുദൃശ്യ ഫിലിം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇത്രയും കാലം കണ്ടതൊന്നുമല്ല സിനിമ എന്ന തിരിച്ചറിവ് ബ്ലെസ്സിക്ക് നൽകിയത് ഫിലിം സൊസൈറ്റികളിലൂടെ കണ്ട ലോക ക്ലാസിക് സിനിമകളാണ്. ബെർഗ്മാനും ക്രുസോയുമൊക്കെ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ പുതിയ ദൃശ്യങ്ങൾ കൂറിയിട്ടു. പല ശ്രമങ്ങളും നടത്തിയെങ്കിലും പൂനെയിലേക്കോ അടയാറിലേക്കോ എത്താൻ ബ്ലെസ്സിക്ക് കഴിഞ്ഞിരുന്നില്ല. സിനിമ മനസ്സിൽ അങ്ങനെ കത്തി നിന്നുകൊണ്ടേയിരുന്നു. ആരുടെയെങ്കിലും സഹായിയായി പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ഉടലെടുത്തു. നാട്ടുകാരനായ KG ജോർജിനെ പലവട്ടം പോയി കണ്ടു, നടന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് തിരുവല്ല രാഗം മൂവീസ് നിർമ്മിച്ച നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിൽ വർക്ക് ചെയ്യാൻ അവസരമുണ്ടാകുന്നത്. അതിനു മുമ്പ് പത്മരാജൻ തിരക്കഥ എഴുതി IV ശശി സംവിധാനം ചെയ്ത കൈകയിൽ സംവിധാന സഹായിയായി ബ്ലെസ്സി എത്തിയിരുന്നു. കൈകയുടെ രചനാവേളയിലാണ് പത്മരാജനുമായി അടുപ്പമുണ്ടാകുന്നത്. അങ്ങനെ കിട്ടിയ അടുപ്പവും സ്വാതന്ത്ര്യവുമാണ് മുന്തിരിത്തോപ്പുകളിലേക്ക് വഴിതെളിച്ചത്. ബ്ലെസ്സി എന്ന സിനിമ മാത്രം സ്വപ്നം കണ്ടു നടന്ന ചെറുപ്പക്കാരൻ അങ്ങനെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു. 5 വർഷം
6 പത്മരാജൻ ചിത്രങ്ങളിലാണ് ബ്ലെസ്സി അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചത്. അയാളുടെ ഉള്ളിലെ ചലച്ചിത്ര ഭാവുകത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഈ ചിത്രങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 1986 മുതൽ 2003 വരെ 16 വർഷം ബ്ലെസ്സി മലയാളത്തിലെ പ്രമുഖ സംവിധായകരുടെ എല്ലാം കൂടെ അസിസ്റ്റന്റ് മുതൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വരെയായി പ്രവർത്തിച്ചു. IV ശശി, ലോഹിതദാസ്, ജയരാജ്, സുന്ദർദാസ്, ജോസ് തോമസ്, വേണു നാഗവള്ളി തുടങ്ങി ഒട്ടേറെ പേർ. സ്വന്തമായി സിനിമ ചെയ്യണമെന്ന് ഇതിനിടയ്ക്ക് പലതവണ ബ്ലെസ്സി ആലോചിച്ചു. സിനിമക്കുള്ളിൽ തന്നെയായിട്ടും തനിക്ക് ചെയ്യാനൊരു കഥ പോലും രൂപപ്പെടുത്തിയില്ലല്ലോ എന്ന വിഷമം അയാളെ അപ്പോഴും വേട്ടയാടിയിരുന്നു. 2000 ആയപ്പോഴേക്കും സിനിമ ഒട്ടേറെ മാറിയിരുന്നു. 80കളിൽ താൻ പഠിച്ചതുപോലെയേ അല്ലല്ലോ സിനിമ എന്ന ചിന്തയും ബ്ലെസ്സിയെ അലട്ടി. പുതിയ കാലത്തിനനുസരിച്ച് കഥ പറയാൻ തനിക്ക് കഴിയുമോ എന്നതായിരുന്നു അതിന് കാരണം. ഈ പ്രശ്നം മറികടക്കാൻ ബ്ലെസ്സിയെ സഹായിച്ചത് ജയരാജിനോടൊപ്പമുള്ള സിനിമകളാണ്. പിന്നീട് ബ്ലെസ്സിയുടെ ആദ്യ സിനിമയ്ക്ക് പിന്നിലും ജയരാജിൻ്റെ അദൃശ്യ കൈകളുണ്ടായിരുന്നതായി ബ്ലെസ്സി പറഞ്ഞിട്ടുണ്ട്. ആദ്യ സിനിമ കാഴ്ച ഉണ്ടായ കഥ ഏറെ രസകരമാണ്. 2003 ആയപ്പോഴേക്കും സിനിമയ്ക്ക് പിന്നാലെ കൂടിയിട്ട് 16 വർഷം കഴിഞ്ഞിരുന്നു. ഇനിയും സംവിധായകനായില്ലെങ്കിൽ മുന്നോട്ട് പോകാനാവില്ലെന്ന് ബ്ലെസ്സിക്ക് തോന്നിത്തുടങ്ങി. അങ്ങനെ ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന കഥ പേപ്പറിലാക്കി മമ്മൂട്ടിയെ കാണാൻ തീരുമാനിച്ചു. മമ്മൂട്ടിക്കൊപ്പം മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അന്തർമുഖനായ ബ്ലെസ്സിക്ക് മമ്മൂട്ടിയുടെ മുന്നിൽ പോയി കഥ പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ധൈര്യം പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങി ബ്ലെസ്സി കഥ പറയാൻ മമ്മൂട്ടിയുടെ മുന്നിലിരുന്നു. പേടിച്ചിട്ടാണെങ്കിലും ബ്ലെസ്സി കഥ പറഞ്ഞു തീർത്തു. കഥ കേട്ട് കഴിഞ്ഞപാടെ മമ്മൂട്ടി ചോദിച്ചത് തിരക്കഥയാക്കണമല്ലോ എന്നാണ്. ആര് എഴുതുമെന്നതായിരുന്നു. ബ്ലെസ്സി കുറേ പ്രമുഖരായ എഴുത്തുകാരുടെ പേര് പറഞ്ഞു. അത് പറയുമ്പോഴും ബ്ലെസ്സിക്ക് അറിയാമായിരുന്നു അവരുടെ അടുത്ത് താൻ പോവില്ലെന്ന്. കാരണം മമ്മൂട്ടിയെ കാണുന്നതിന് മുമ്പ് പല തിരക്കഥാകൃത്തുക്കളോടും ബ്ലെസ്സി ഈ കഥ പറഞ്ഞിരുന്നു. എല്ലാവരും കളിയാക്കി വിടുകയായിരുന്നു. ബ്ലെസ്സിയുടെ പേടി കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, മറ്റൊരു കാര്യം കൂടി മമ്മൂട്ടി പറഞ്ഞു. ബ്ലെസ്സി തന്നെ ആദ്യം കുറച്ച് സീനുകൾ എഴുതുമെന്ന്. എന്നോടിപ്പോൾ കഥ പറഞ്ഞില്ലേ, അതുപോലെ അങ്ങ് എഴുതിയാൽ മതി, വേഗം വേണം. ആ പറച്ചിൽ ബ്ലെസ്സി എന്ന സിനിമാക്കാരനിൽ ഉണ്ടാക്കിയത് ചില്ലറ ഊർജ്ജമായിരുന്നില്ല. കുറച്ച് സീനുകളിൽ നിന്ന് ആ സിനിമയുടെ തിരക്കഥ മുഴുവൻ ബ്ലെസ്സിയുടെ എഴുത്തിലും സംവിധാനത്തിലും പിറന്നു. അങ്ങനെ കാഴ്ച വെള്ളിത്തിരയിൽ നിറഞ്ഞു. സിനിമ ജനങ്ങൾ ഏറ്റെടുത്തു. മറ്റൊരു പുതുമുഖ സംവിധായകൻ കൂടി മമ്മൂട്ടിയുടെ കൈപിടിച്ച് മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു. പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്ന കാഴ്ചാനുഭവം സമ്മാനിച്ച ആ ചിത്രം 2004 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 5 അവാർഡുകളാണ് നേടിയത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച പുതുമുഖ സംവിധായകനായി ബ്ലെസ്സി മാറി. മികച്ച നടൻ, മികച്ച ബാലതാരങ്ങൾ, ജനകീയ സിനിമ എന്നീ വിഭാഗങ്ങളിലും കാഴ്ച പുരസ്കാരങ്ങൾ നേടി. കാഴ്ചക്ക് മുമ്പ് തന്നെ ബ്ലെസ്സിയുടെ മനസ്സിൽ തന്മാത്രയുടെ കഥയുണ്ടായിരുന്നു. പത്മരാജൻ്റെ ഓർമ്മ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ബ്ലെസ്സി തന്മാത്ര ഒരുക്കിയത്. അത് തിരക്കഥയാക്കി മോഹൻലാലിനോട് കഥ പറഞ്ഞു. തൊട്ടടുത്ത വർഷം ബ്ലെസ്സി മോഹൻലാൽ കൂട്ടുകെട്ടിൽ തന്മാത്ര സംഭവിച്ചു. 2005 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 5ഓളം പുരസ്കാരങ്ങളായിരുന്നു ചിത്രം കരസ്ഥമാക്കിയത്. അടുത്ത വർഷം തൻ്റെ ആദ്യ ചിത്രത്തിലെ നായകനുമായി വീണ്ടും ബ്ലെസ്സി എത്തി. പളുങ്ക്. നിഷ്കളങ്കനായ നാട്ടിൻപുറത്തുകാരനായ മോനിഷിൻ്റെയും കുടുംബത്തിൻ്റെയും കഥ ബ്ലെസ്സി ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചു. മമ്മൂട്ടിക്ക് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിലെ മികച്ച നടനായുള്ള അവാർഡും ദേശീയ അവാർഡ് നാമനിർദ്ദേശവും ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ ചിത്രം നേടിക്കൊടുത്തു. പളുങ്കിന് ശേഷം അടുത്ത ഒരു ബ്ലെസ്സി ചിത്രം തിയേറ്ററിലെത്തുന്നത് 2 വർഷം കഴിഞ്ഞാണ്. കൽക്കട്ട ന്യൂസ്. ഇപ്രാവശ്യം ദിലീപിനെ കൂട്ടുപിടിച്ചായിരുന്നു ബ്ലെസ്സിയുടെ വരവ്. പക്ഷേ ചിത്രം വാണിജ്യപരമായി വിജയം നേടിയില്ല. തൊട്ടടുത്ത വർഷം ഭ്രമരം. ഇന്നും മോഹൻലാലിൻ്റെ മികച്ച സിനിമകളുടെ പട്ടികയിൽ ഭ്രമരത്തിൻ്റെ സ്ഥാനം മുൻപന്തിയിലാണ്. ഭ്രമരത്തിൻ്റെ ത്രെഡ് ബ്ലെസ്സിയുടെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നു. എഴുതാനിരുന്നു. 4-5 സീനുകൾ എഴുതി കഴിഞ്ഞപ്പോൾ ഇനി എന്താണെന്ന ആശങ്കയുണ്ടായി. മുന്നോട്ട് നീങ്ങാനാവാതെ ബ്ലെസ്സി കുഴഞ്ഞു. പകയുടെ നീറുന്ന കനലുകൾ മനസ്സിലൊളിപ്പിച്ച് പെരുമാറുന്ന പത്മരാജൻ്റെയും ഭരതൻ്റെയും കഥാപാത്രങ്ങളെ ബ്ലെസ്സി അപ്പോൾ മനസ്സിലോർത്തിരിക്കണം. മലയാളം കണ്ട മികച്ച ചിത്രങ്ങളിലൊന്നിൻ്റെ പിറവിയായിരുന്നു അവിടെ നടന്നത്. അവിടെ നിന്ന് 3 വർഷം കഴിഞ്ഞ് മോഹൻലാലിനെയും അനുപം ഖേറിനെയും ജയപ്രദയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ബ്ലെസ്സി ഒരു കഥ പറഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന പലതിനെയും പൊളിക്കുന്നത് കൂടിയായിരുന്നു പ്രണയം. പ്രണയത്തിൽ അനുപം ഖേറിൻ്റെ റോളിൽ ആദ്യം മമ്മൂട്ടിയായിരുന്നു ഉദ്ദേശിച്ചതെന്നും പിന്നീട് മാറി ചിന്തിക്കുകയായിരുന്നെന്നും ബ്ലെസ്സി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ചിത്രത്തിലെ പ്രകടനത്തിന് മോഹൻലാലിനെ തേടി വീണ്ടും സംസ്ഥാന അവാർഡെത്തി. അതിനുശേഷം പരീക്ഷണമെന്നോണം കളിമണ്ണുമായാണ് ബ്ലെസ്സി എത്തുന്നത്. പക്ഷേ ആ ചിത്രം വിവാദങ്ങളിൽ നിറഞ്ഞെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. 2013 കളിമണ്ണ് റിലീസ് ചെയ്ത ശേഷം പിന്നീട് ഒരു ബ്ലെസ്സി സിനിമ ബിഗ് സ്ക്രീനിലെത്തുന്നത് 2024 അതായത് 11 വർഷത്തിന് ശേഷം. 2008 തുടങ്ങിയ ആടുജീവിതത്തിനിടയിലാണ് കളിമണ്ണും മാർക്ക് ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ചുള്ള 48 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററിയും ബ്ലെസ്സി സംവിധാനം ചെയ്തത്. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡോക്യുമെൻ്ററി എന്ന ഗിന്നസ് ലോക റെക്കോർഡും 100 Years ഓഫ് ക്രിസോസ്റ്റം നേടി. വ്യത്യസ്തമായ കഥ, മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മുഹൂർത്തങ്ങൾ, കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം, ഹൃദയം കീറിമുറിച്ചേക്കാവുന്ന സംഭാഷണങ്ങൾ എന്നിവയാൽ ബ്ലെസ്സിയുടെ ചിത്രങ്ങൾ ഒരു പാഠപുസ്തകമാണ്. സംവിധാനത്തിൽ പത്മരാജൻ്റെ സ്വാധീനം തന്നെയാണ് ബ്ലെസ്സിയെ നയിക്കുന്നത്.
സിനിമയുടെ സാങ്കേതികത മനസ്സിലാക്കുക, പക്ഷെ അതിലേക്ക് വീണു പോകരുത് എന്നാണ് ബ്ലെസ്സിയെ പത്മരാജൻ ഉപദേശിച്ചത്. ബ്ലെസ്സിയുടെ നായകന്മാരെ നോക്കൂ, എല്ലാവരും സാധാരണക്കാരായിരിക്കും, ജീവിതത്തോട് പൊരുതുന്നവരായിരിക്കും. ലോഹിയുടെ എഴുത്ത് ബ്ലെസ്സിയെ അങ്ങനെ സ്വാധീനിച്ചതായി കാണാം. കഥയ്ക്കുള്ളിലേക്ക് മ്യൂസിക്കിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഇങ്ങനെ വിജയിച്ച മറ്റൊരു സംവിധായകനുണ്ടോ എന്നതും സംശയമാണ്. ആടുജീവിതത്തിന് റഹ്മാനെ കൊണ്ടുവന്നത് മാർക്കറ്റിംഗ് മാത്രം കണക്കാക്കിയായിരുന്നില്ല. തൻ്റെ കഥയും കഥാപാത്രവും അനുഭവിക്കുന്നത് പ്രേക്ഷകരിലേക്ക് അരിച്ചിറങ്ങണമെന്ന് ബ്ലെസ്സിക്ക് അത്രമേൽ നിർബന്ധമുള്ളതുകൊണ്ടാണ്. നോക്കൂ, ഇന്നും പിന്നെയും പിന്നെയും കേൾക്കാൻ കൊതിക്കുന്ന സൗന്ദര്യാത്മകവും ആഖ്യാനപരവുമായ സാരാംശം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളിൽ സമ്പന്നമാണ് ബ്ലെസ്സിയുടെ സിനിമകൾ. ബ്ലെസ്സി തൻ്റെ ആഖ്യാനങ്ങളിൽ അചഞ്ചലമായി കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ ആഴവും അടുപ്പവുമാണ്. തന്മാത്രയും ഭ്രമരവും പ്രണയവും ആടുജീവിതം നോക്കൂ, എത്ര മനോഹരമായാണ് ബ്ലെസ്സി പ്രേക്ഷകരിലേക്ക് അത് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ആടുജീവിതത്തിന് ലൊക്കേഷൻ തിരിഞ്ഞ് രാജസ്ഥാൻ, മൊറോക്കോ, അബുദാബി, മസ്കറ്റ്, ബഹ്റൈൻ, ദോഹ, സൗദി അറേബ്യ, ടുണീഷ്യ, ജോർദാൻ എന്നിവിടങ്ങളിലൂടെ ബ്ലെസ്സി സഞ്ചരിച്ചത് 5 വർഷമാണ്. അത്ര പെർഫെക്ഷനോടെ ഒരുക്കണമായിരുന്നു ബ്ലെസ്സിക്ക് ആ സിനിമ. നജീബിൻ്റെ മെലിഞ്ഞ കാൽപ്പാടുകൾ തിരിഞ്ഞ് രാജസ്ഥാനിലെ മരുഭൂമിയിൽ നിന്നാണ് ബ്ലെസ്സി നടത്തം തുടങ്ങിയത്. അവിടെ ബ്ലെസ്സിയുടെ ഉള്ളിൽ അപ്പോഴും ആ 10 വയസ്സുകാരൻ പയ്യനുണ്ടായിരുന്നു. ദീപയുടെ പ്രൊജക്ടർ റൂമിൽ നിന്ന് കിട്ടുന്ന ഫിലിം കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഫിലമെൻറ്റ് ബൾബിൽ വെള്ളം നിറച്ച് ഭിത്തിയിൽ ദൃശ്യങ്ങൾ നിറച്ച ആ പയ്യൻ. അതെ, ബ്ലെസ്സിക്ക് സിനിമ തന്നെയാണ് ജീവനും ജീവിതവും.